നമസ്കാരം. മുഖ്യന് കഷ്ടകാലത്തിൻ്റെ അയ്യൊരു കളിയാണ്. എന്ത് ചെയ്യാനാണ്? മുതിർന്ന IPS ഉദ്യോഗസ്ഥൻ യോഗേഷ് ഗുപ്തയെ ED സ്ഥാനത്തേക്ക് പരിഗണിച്ചിരുന്നു. എന്നാൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ആവശ്യപ്പെട്ട ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നൽകാതെയാണ് സംസ്ഥാന സർക്കാർ പകരം വീട്ടുന്നത്. കാരണം മുഖ്യൻ്റെ ഡസനിലധികം കേസുകളാണ് EDക്ക് മുന്നിലുള്ളത്. ആ സ്ഥാനത്ത് തൻ്റെ വിശ്വസ്തർക്കെതിരെ കേസെടുക്കാൻ തയ്യാറായ യോഗേഷ് ഗുപ്തയെ നിയമിക്കുന്നതിനോട് പിണറായിക്ക് കടുത്ത എതിർപ്പാണുള്ളത്. സഖാക്കളെ തൊട്ടാൽ എന്താകും എന്ന് മനസ്സിലാക്കി കൊടുക്കുക കൂടി ചെയ്യുകയാണ് മുഖ്യൻ. ഗുപ്ത മുഖ്യമന്ത്രിയുടെ പോർട്ടലിൽ പരാതി നൽകിയിട്ടും ഫലമില്ലാത്ത സ്ഥിതിയാണ് ഇപ്പോൾ. യോഗേഷ് ഗുപ്തയുടെ പേരിൽ കേസോ അന്വേഷണമോ ഉണ്ടോ എന്നത് സംബന്ധിച്ച സർട്ടിഫിക്കറ്റ് 1.5 മാസം മുൻപാണ് ചീഫ് സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടത്. ഇക്കാര്യം ഓർമ്മിപ്പിച്ച് 7 പ്രാവശ്യം കത്തയച്ചിട്ടും മറുപടി നൽകിയിട്ടില്ല. തുടർന്ന് ചീഫ് സെക്രട്ടറിയെയും പോലീസ് മേധാവിയെയും അദ്ദേഹം നേരിട്ട് കണ്ടുവെന്നാണ് വിവരം. എന്നിട്ടും കാര്യമില്ലെന്ന് വന്നതോടെയാണ് ഈ മാസം 1-ന് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത്. സാധാരണഗതിയിൽ 10 ദിവസത്തിനുള്ളിൽ നൽകേണ്ട സർട്ടിഫിക്കറ്റാണ് കാരണമൊന്നുമില്ലാതെ വൈകിപ്പിക്കുന്നത്. ഇങ്ങനെ ഗുപ്തയ്ക്കെതിരെ കേസോ അന്വേഷണമോ ഉണ്ടോ എന്നതിൽ ചീഫ് സെക്രട്ടറി പോലീസ് മേധാവിയിൽ നിന്നും റിപ്പോർട്ട് വാങ്ങിയിട്ടുണ്ട്. CBI, ED തുടങ്ങിയവരുടെ തലപ്പത്തെത്താൻ സാധ്യതയുള്ള ഉദ്യോഗസ്ഥനായ യോഗേഷ് ഗുപ്തയോട് സംസ്ഥാന സർക്കാർ അനിഷ്ടം കാണിച്ചു തുടങ്ങിയിട്ട് കുറച്ചു കാലമായി. വിജിലൻസ് മേധാവി സ്ഥാനത്തു നിന്നും അദ്ദേഹത്തെ അഗ്നിരക്ഷാ വിഭാഗത്തിലേക്ക് മാറ്റിയിരുന്നു. സംസ്ഥാന പോലീസ് മേധാവിയാകാനുള്ള പട്ടികയിലും ഉൾപ്പെട്ടിട്ടുണ്ട് ഇദ്ദേഹം. ബിനാമി ഇടപാടുമായി ബന്ധപ്പെട്ട് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് PP ദിവ്യക്കെതിരെ ഉയർന്ന ആരോപണത്തിൽ കേസെടുക്കണമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചിരുന്നു. അപ്പോൾ അതാണ് കാര്യം. അങ്ങനെ വരട്ടെ. വെറുതെ അല്ല മുഖ്യൻ ഇത്രയും ഇട്ട് തന്നെ ഓട്ടിക്കുന്നതെന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്.